നിങ്ങൾ ഒരുപക്ഷെ ആരുടെയെങ്കിലും തെറ്റുകളെ നിരന്തരം ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് നിങ്ങളൊരു ദുർബലനാണെന്ന് മനസ്സിലാക്കുകയും നിങ്ങളെ കൂടുതൽ ചൂഷണം ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുവാനുള്ള സാധ്യതയില്ലേ? അതുകൊണ്ട് ക്ഷമയുടെ കാര്യത്തിൽ നാം എപ്പോഴും ഒരു നിയന്ത്രണം പാലിക്കേണ്ടത് തന്നെയാണ്. അതായത് നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മുടെ ക്ഷമ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ആയിരിക്കണമെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തന്റെ 100 തെറ്റുകൾ ക്ഷമിക്കപ്പെടും എന്നുള്ളത് ശിശുപാലന് നൽകിയിട്ടുള്ള മുന്നറിയിപ്പായിരുന്നു. എന്നാൽ ആ 100 അവസരങ്ങളും ലംഘിച്ച ശേഷവും 101ാമത് തെറ്റ് ചെയ്ത സമയത്ത് സുദർശനം ശിശുപാലന് മൃത്യു സമ്മാനിക്കുക തന്നെ ചെയ്തു. ഇതിനർത്ഥം നാം ക്ഷമിക്കുന്നത് പോലും ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം. നിങ്ങൾ ക്ഷമിക്കുന്നത് ദുർബലത കൊണ്ടല്ല, നിങ്ങളുടെ ശക്തി കൊണ്ടാണെന്ന് അവർ തിരിച്ചറിയണം. അവർക്ക് മനസ്സിലാകണം, അഥവാ നിങ്ങൾ ക്ഷമിക്കുന്നത് അവസാനിപ്പിച്ചാൽ അവർക്ക് സംഭവിക്കുവാൻ പോകുന്നത് വളരെ വലിയ ആപത്തായിരിക്കും എന്ന മുന്നറിയിപ്പ് നിങ്ങൾ അവർക്ക് നൽകുക തന്നെ വേണം. മാത്രമല്ല, നിങ്ങളൊരു വ്യക്തിയുടെ തെറ്റുകളോട് നിരന്തരം ക്ഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണെന്നും ആ വ്യക്തിയോട് എത്ര കാലം ക്ഷമിക്കുമെന്നും എത്രയധികം ക്ഷമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടും ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ നിങ്ങളുടെ ക്ഷമയെ ഒരു ദൗർബല്യമായി കണ്ടുകൊണ്ട് മുതലെടുക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരിക്കലും അധർമ്മത്തിന് വളരുവാൻ വേണ്ടി ഒരു സാധ്യതയൊരുക്കുന്ന തരത്തിൽ നിങ്ങൾ ആരോടും ക്ഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓർമ്മയിരിക്കട്ടെ.